ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മാനം കാക്കുന്ന മൗനത്തെക്കുറിച്ചാണ്. ചിലയിടങ്ങളിൽ മൗനം പാലിച്ചാൽ നമ്മുടെ മാനം പോകാതിരിക്കും. ചില അനാവശ്യ സംസാരങ്ങളൊക്കെ, ശ്രദ്ധയില്ലാത്ത സംസാരങ്ങളൊക്കെ നമ്മുടെ മാനം കവരുന്ന കാര്യമാണ് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യാക്കോബ് 3-ാം അധ്യായം. ഞാൻ ഈ അധ്യായത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒരു പുസ്തകം നാവ് തീയാണ് എന്ന ആ ഒരു ടൈറ്റിൽ കൊടുത്ത് എഴുതിയിട്ടുള്ളത്. ഞാനതിനകത്ത് സംസാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, സംസാരത്തിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു അനുഗ്രഹമായി മാറാൻ പറ്റും. സംസാരം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ പോലും നാശത്തിന് വഴി തുറക്കുന്ന തീയായി മാറാൻ പറ്റും. അതാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെ. ഇനി നമുക്ക് കാണാൻ സാധിക്കും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് യാക്കോബ് 3-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാം, പല ടൈപ്പ് പാപങ്ങളുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ്. നമ്മുടെ വിളി പരിപൂർണതയിലേക്കുള്ള വിളിയാണെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 5:48 സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകണം. അതാണ് നമ്മുടെ വിളി. ഇനി അതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരത്തിൽ തെറ്റുവരുത്താതിരിക്കുക. യാക്കോബ് 3-ാം അധ്യായം പറയുന്നുണ്ട്, നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ കൈയുടെ സൈസ്, കാലിൻ്റെ സൈസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാവിൻ്റെ സൈസ് എത്ര ചെറുതാണ്. പക്ഷേ ഇതിന് ഈ ചെറിയൊരു തീപ്പൊരിക്ക് വലിയ കാട് പോലും അത് നശിപ്പിക്കാൻ പറ്റും എന്നതുപോലെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ചെറിയ അവയവം നമ്മുടെ ശരീരത്തെ മുഴുവൻ മലിനമാക്കും, നമ്മെ വലിയ നാശത്തിന് വിട്ടുകൊടുക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വചനം കൂടി എടുക്കാം. പ്രഭാഷകൻ 20:18. പ്രഭാഷകൻ 20:18 അവിടെ പറഞ്ഞിരിക്കുന്നത്, വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാല് തെന്നി വീഴുന്നതാണ്. നമുക്കറിയാലോ, കാല് തെന്നി വീണാൽ എന്തെല്ലാം സംഭവിക്കാം. കാല് തെന്നി വീണാൽ കയ്യും കാലും ഒക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്നിലേറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു വെജിറ്റേറ്റീവായിട്ട് കിടക്കുന്ന വ്യക്തികൾ കാല് തന്നെ വീണു, തല ചെന്നടിച്ചു. ഞാൻ അതോടുകൂടി വേണമെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അബോധാവസ്ഥയിലേക്ക് പോയവർ, മിണ്ടാൻ പറ്റാത്തവർ, ഭാഗികമായിട്ട് തളർന്നു പോയവർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ശരീരത്തിന് വന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കാല് തന്നെ വീണ് ഇതെല്ലാം സംഭവിക്കുന്നതാണ് ലെസ് ഈവിൾ. നാവിൻ്റെ ദുരുപയോഗം മൂലം നമുക്ക് വരാവുന്ന വീഴ്ച, നാശം, അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം എത്ര ശ്രദ്ധാപൂർവ്വം നമ്മൾ എടുക്കേണ്ടതാണ്, ജീവിക്കേണ്ടതാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിനായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം എടുക്കാൻ പോവുകയാണ്. പ്രഭാഷകൻ 5:13 മാനം കവരുന്ന മൗനത്തെക്കുറിച്ച്. ഞാൻ അതല്ലെങ്കിൽ മാനം കവരുന്ന ചില സംസാര രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനം. ചിലപ്പോൾ മൗനം നമ്മുടെ മാനം കാക്കും, ചിലപ്പോൾ സംസാരം നമ്മുടെ മാനം ഹനിക്കും. ഇത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന. പ്രഭാഷകൻ 5:13 മാനവും അപമാനവും സംസാരത്തിലൂടെ വരുന്നു. നാവിലൂടെ, നാവിൻ്റെ ദുരുപയോഗം മൂലം ഒരുപാട് അപമാനം വരാം. ശ്രദ്ധാപൂർവം സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് മാനം നമുക്കുണ്ടാകാം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രഭാഷകൻ 5-ാം അധ്യായം 13-ാമത്തെ വചനം. ഇനി അവിടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു, വീഴ്ചയ്ക്ക് വഴി തെളിക്കുന്നത് നാവാണ്. ആ നാവിനെ ശ്രദ്ധിക്കാതിരുന്നാൽ ഒരുപാട് വീഴ്ചകൾ, കാല് തന്നെ വീഴുന്നതിനേക്കാൾ അതുമൂലം സംഭവിക്കാവുന്ന അപകടത്തെക്കാൾ വലിയ അപകടം ഇതിലൂടെ സംഭവിക്കാം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതുമായി ചേർന്ന് പോകുന്ന മറ്റു ചില പ്രധാനപ്പെട്ട വചനങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രഭാഷകൻ 28:12 സുഭാഷിതങ്ങൾ 18:21 അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും നാവിന് ശക്തിയുണ്ട്. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാനും പറ്റും, അവരുടെ ജീവൻ എടുക്കാനും പറ്റും. സുഭാഷിതങ്ങൾ 12:18 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടു വിചാരമില്ലാത്ത വാക്ക് അല്ലെങ്കിൽ സംസാരം, അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള വാക്കുകൾ നാം ഒരുവൻ്റെ മനസ്സ് തുളച്ചു കയറും. ഹൃദയം ഭേദിക്കുന്ന, മനസ്സിനെ ഭേദിക്കാൻ ശക്തിയുള്ളതാണ് വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ. പ്രഭാഷകൻ 28:13 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, എന്നാൽ നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. ഈ സംസാരം നമ്മൾ
സൂക്ഷിക്കുന്നില്ലെങ്കിൽ വരാവുന്ന കാര്യങ്ങളാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുക. സങ്കീർത്തനം 52 രണ്ടാമത്തെ വചനം എടുത്താൽ, സങ്കീർത്തനം 52:2, നിന്റെ നാവ് മൂർച്ചയുള്ള ഒരു ക്ഷൗരക്കത്തി പോലെയാക്കാൻ നിനക്ക് പറ്റും. നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ക്ഷൗരക്കത്തി മുറിക്കുന്നത് പോലെ നിന്റെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തും. റോമാലേഖനം 3:13 വായിച്ചാൽ ചില വ്യക്തികളുടെ അവസ്ഥ പൗലോസ്ലീഹ എടുത്തു കാണിക്കുന്നത് കാണാൻ പറ്റും. റോമാലേഖനത്തിൽ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെയാണ്. നമുക്കറിയാം, ആരെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടുവോ? തുറന്ന ശവക്കുഴി അതുപോലെയാണ് ചിലരുടെ തൊണ്ട. എന്നിട്ട് പറയാണ്, അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. ഇവര് സംസാരിച്ചാൽ എന്താ വരാൻ പോകുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ്. സുഭാഷിതങ്ങൾ 10:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ ഏറുമ്പോൾ പാപം വർദ്ധിക്കും. അതുകൊണ്ടാണ് മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കണം. മൗനം പാലിക്കേണ്ടിടത്ത് സംസാരിക്കുന്നവർ എപ്പോഴും പാപത്തിൽ വീണുകൊണ്ടിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. 15 സുഭാഷിതങ്ങൾ 15:4 വചനം എടുത്താൽ, വികടമായ വാക്ക് മനസ്സ് പിളർക്കും. ചിലരുടെ സംസാര ശൈലി അങ്ങനെയാണ്, വികടമായ വാക്ക്. രണ്ടാമതായി നമ്മൾ കാണുന്നത്, സാധാരണ പറയാറുള്ളൊരു കാര്യമാണ് മൗനം വിദ്വാനുഭൂഷണം. മൗനം, അപ്പം അത് ആരാണ് ശരിക്കും മൗനം പാലിക്കേണ്ട സമയത്ത് മൗനം പാലിക്കുക? വിജ്ഞാനി, വിദ്വാനുഭൂഷണം. പ്രഭാഷകൻ 20:6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചിലർ സംസാരിക്കാതിരിക്കുന്നത് അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അവർ സംസാരിക്കേണ്ട സമയം അല്ല എന്നറിയാവുന്നതുകൊണ്ട്. സംസാരിക്കരുതാത്ത സമയത്ത് നമ്മൾ സംസാരിച്ചാലോ അത് നമ്മെ അപമാനത്തിലേക്ക് നയിക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രഭാഷകൻ 20:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അമിതഭാഷി നിന്ദ്യനാണ്, തള്ളിക്കയറി സംസാരിക്കുന്നവർ വെറുക്കപ്പെടും. അവർക്ക് ഉണ്ടാകുന്നത് മാനമല്ല, അപമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷകൻ 20:20 അവസരോചിതമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നത്, സംസാരിക്കുന്നത് ആരാണ്? ഭോഷൻ. അവൻ്റെ ഒരു ഭോഷത്വത്തിൻ്റെ ഒരു സൂചനയാണ് അവസരോചിതമല്ലാത്ത സംസാരവും അവസരോചിതമല്ലാത്ത വാക്കുകളും. പ്രഭാഷകൻ 19:6 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യർത്ഥഭാഷണം തിന്മ വിതയ്ക്കും. അത് ജ്ഞാനികൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ജ്ഞാനം 1:11 വായിച്ചാൽ, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. ആത്മാവ് നശിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആത്മാവാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. സുഭാഷിതങ്ങൾ 12:22 പറഞ്ഞിട്ടുണ്ട്, കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വാക്കുകൾ നിയന്ത്രിക്കാൻ നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്. ഒരുപാട് ബൗദ്ധികമായിട്ടുള്ള അറിവല്ല, ജ്ഞാനം. സുഭാഷിതങ്ങൾ 17:27 വായിച്ചാൽ, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. ഇനി നിയന്ത്രണമില്ലാത്ത നാവ്, അങ്ങനെ ഒരു നാവിൻ്റെ ഉടമയാണ് നീയെങ്കിൽ നീ ഭോഷനാണ്, വിജ്ഞനല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കാം. നമുക്ക് ഈ മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ടത് അറിഞ്ഞിരിക്കാം, തിരുത്തേണ്ടത് തിരുത്താം. അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.